നമസ്കാരം. കേരളത്തിലെ ഇലക്ഷൻ പ്രചരണങ്ങൾ തുടങ്ങി, ജാഥ തുടങ്ങി. അപ്പൊ ഇന്ന് വി.ഡി. സതീശൻ പറയുന്നു SNDP NSSന് തന്നോടാണ്, സതീശനോടാണ് പിണക്കം, അല്ലാതെ കോൺഗ്രസിനോടല്ല ഇഷ്ടക്കേട്. എങ്ങനെ സതീശ, നിങ്ങൾ ഒതുങ്ങ്. കാരണം നിങ്ങൾ പറയണത് എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾ വാങ്ങും. മതരാഷ്ട്രം തീരുമാനിക്കുന്ന, മതരാഷ്ട്രമാണ് അവസാന ഇസ്ലാമിന്റെ വാക്ക് എന്ന് പറയണ, മതരാഷ്ട്രത്തെ കൊണ്ടുവരാൻ വേണ്ടി ജോലി ചെയ്ത് ജയിലിൽ പോലും തയ്യാറായി പോകുന്ന മൗദൂദി സംഘവും PFI സംഘത്തിന് ചുക്കാൻ പിടിക്കുന്നവരായിട്ട് നിങ്ങൾ കിടക്ക പങ്കിടുമ്പോൾ NSSും SNDPയും എല്ലാ ഭാരതീയ സംസ്കാരമുള്ള എല്ലാവരും നിങ്ങൾക്ക് എതിരാവും. കോൺഗ്രസിൽ തന്നെ ഇന്നിപ്പോ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞില്ലേ, കോൺഗ്രസിൽ തന്നെ ഈ തോറ്റു കഴിഞ്ഞാൽ എല്ലാവരും BJP പോവും. അതെന്താണെന്നറിയോ? അത് BJP പോവില്ല, നിവൃത്തിയില്ല. ഈ രാഷ്ട്രത്തിന്റെ ശക്തി നാളെ ഇറാനും ബംഗ്ലാദേശും നേപ്പാളും ഒന്നും ആവാണ്ടിരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യം ശക്തമായി നിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധമുള്ള ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പോവും. അതാണ് കാരശ്ശേരി മാർച്ച് പറഞ്ഞത്. അയാള് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം അയാൾ കുറച്ച് ബുദ്ധിയുള്ള കാര്യങ്ങൾ പറയും. അയാളും ഈ പിന്നെ എന്താണ് SDPIക്കാരൊന്നും ചെയ്തിട്ടില്ല, മുസ്ലിം ലീഗാണ് ചെയ്ത്, മാറാട് കലാപം ചെയ്ത് ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുന്തിരിക്കാൻ കത്തിക്കാൻ പറഞ്ഞതും എല്ലാം അരിയും മലരും വെക്കാൻ പറഞ്ഞതൊന്നും SDPI അല്ല എന്നുള്ള മാഷ് എന്താണ് കാരശ്ശേരി മാഷ് കേട്ടിട്ടില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രത്തിനെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഉത്തരവാദിത്തം. അതന്നെയാണ് NDA സഖ്യം. NDA നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നമ്മൾ വരുന്നത് മതരാഷ്ട്രം ഇല്ലാതാക്കാൻ തന്നെയാണ്. അതിന് ആരൊക്കെ ഉണ്ടോ ഇഷ്ടക്കേടാക്കാൻ നിങ്ങളോട്, കോൺഗ്രസിനോട്, അതിന് റെഡിയാണ്. അതേപോലെ ഇതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗാണ്. കുഞ്ഞാലിയൂർ സാഹിബ് മറുപടി പറയണം. സതീശൻ ഇങ്ങനെ പറയുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വകാര്യമായിട്ട്, എപ്പോ ഉറങ്ങുമ്പോ പറഞ്ഞതാണോ സതീശനോട്? അതല്ല, ഞങ്ങൾ മതരാഷ്ട്ര സുന്നികളായ നിങ്ങള് പാണക്കാട് തങ്ങന്മാരെ പിടിച്ചിട്ട് ഇലക്ഷന് നിൽക്കുന്ന മുസ്ലിം ലീഗ് ഉത്തരം പറയണോ സതീശൻ പറഞ്ഞതിന്? സതീശന്റെ സഖ്യകക്ഷിയല്ലേ നിങ്ങള്? അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ ജനങ്ങളോട്. ഞങ്ങൾ മതരാഷ്ട്രത്തിനെതിരാണ്, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങള് പിന്നെ ജമാഅത്ത് ഇസ്ലാമിനെ കണ്ടാൽ സലാം മടക്കാത്ത സമസ്തയിൽ പെട്ടതായിരുന്നു. പണ്ടൊരു കാലത്ത് ഓർമ്മയുണ്ട്, എന്റെ പിന്നെ കല്യാണം കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ വീട്ടിലെ പിന്നെ കുടുംബത്തിലെ ഒരാള് പിന്നെ ജമാഅത്ത് ഇസ്ലാമി ആയതുകൊണ്ട് അവിടെ പോവാൻ പറ്റൂല സൽക്കാരത്തിനെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഒഴിഞ്ഞു നിന്ന കാലം ഉണ്ടായിരുന്നു. കാരണം നമ്മളാ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ വന്ന് ഇതൊക്കെ പഠിച്ച് ഇവിടെ ശക്തമായിട്ട് മതരാഷ്ട്രത്തിന് മൗദൂദികളെയും വഹാബികളെയും എതിർക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇവരെയൊക്കെ പുറമെ കാണിക്കുന്നതും അകത്തുള്ളതും ഒക്കെ വേറെ വേറെയാണ്. അപ്പൊ ഇതൊക്കെ ചെറുപ്പം മുതലേ കണ്ടിട്ടാണ് ഇന്നവിടുന്ന് എന്ത് തെറി വിളിച്ചാലും ഈ മതരാഷ്ട്രത്തിന്, ഈ സുഡാപ്പികളുടെ തീർച്ചയായിട്ടും പിഴുതെറിയാൻ നമ്മൾ ഈ ഇലക്ഷന്, കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷൻ 2026 വരുന്നത്, തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും അതിനുവേണ്ടി ഓരോ വോട്ടും ദേശത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറായിരിക്കണം. അതന്നെ പറയാനുള്ളൂ. അതുകൊണ്ട് സതീശനൊന്നും ഒതുങ്ങിയിട്ട് ആ ജാഥയൊക്കൊന്നും നയിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഏതായാലും ഒരിക്കലും നിങ്ങൾ ഗോൾവാൾക്കറിനെ നമസ്കരിച്ച ചരിത്രമുള്ള ആളല്ലേ, നിങ്ങളും വരും ഒരു ദിവസം. Okay.